കഴിഞ്ഞ ദിവസം നൂൽപ്പുഴയിലെ യുവാവിനെ കാട്ടാനാക്രമണത്തിൽ ആ യുവാവ് മരിച്ചു. അതിനുശേഷമുണ്ടായ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധം അങ്ങനെ വ്യാപിക്കുകയാണ്. ഇന്നവിടെ ഹർത്താലുണ്ട്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതെ, ഇന്ന് ഹർത്താൽ ഉണ്ട്. മാത്രമല്ല വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഫാമേഴ്സ് റിലീഫ് ഫോറമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. പക്ഷെ അതേസമയം തന്നെ ഹർത്താലുമായി സഹകരിക്കില്ല എന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നിലപാട്. വയനാട്ടിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു യുവാവ് മരിച്ചത് വളരെ ദാരുണമായ സംഭവമാണ്. അതിൻ്റെ പേരിൽ വയനാട്ടിൽ ആഹ്വാനം ചെയ്ത ഹർത്താലുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയനാട് ജില്ലാ കമ്മിറ്റി സഹകരിക്കുന്നതല്ല എന്നറിയിക്കുകയാണ്. ഒരു വന്യജീവി ആക്രമണങ്ങൾ തടയപ്പെടേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. വന്യജീവി വകുപ്പും ജനപ്രതിനിധികളുമെല്ലാം കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തുകയും അക്രമത്തിന് ഇരയായിട്ടുള്ള ആളുകൾക്ക് അർഹമായ നഷ്ടപരിഹാരം എത്തിക്കുകയുമാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് അടിയന്തരമായ ശ്രദ്ധ ചെലുത്തിയും ഇടപെടൽ നടത്തുന്നതിന് പകരം നാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളിൽ ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് സാധാരണ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിനെ സംഘടന അനുകൂലിക്കുന്നില്ല. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, വലിയ പ്രതിഷേധം ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഹർത്താലാണ്. രാവിലെ മുതൽ ഹർത്താൽ തുടങ്ങും. ഫാമേഴ്സ് റിലീഫ് ഫോറം. പക്ഷേ ഒപ്പം തന്നെ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറയുന്നത് അവർക്ക് ഇക്കാര്യത്തിൽ പ്രതിഷേധമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇനിയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഹർത്താലിൽ പങ്കെടുക്കുന്നില്ല, കടകൾ അടച്ചിടുന്നില്ല എന്ന് അവർ പറയുന്നു. അപ്പോൾ ഏത് രീതിയിലാകും ഇന്നത്തെ ഈ ഹർത്താൽ? സ്മിത, പ്രവിത, ഈ പ്രബല മുന്നണികളൊന്നും ഈ ഹർത്താലിന്റെ ഭാഗമാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഹർത്താൽ എത്രത്തോളം ശക്തമായ രീതിയിൽ തന്നെ നടക്കുമെന്നുള്ള കാര്യത്തിൽ അതിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രധാനപ്പെട്ട സംഘടനയാണ് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം. ആ സംഘടനയൊപ്പം തന്നെ വ്യാപാരി വ്യവസായി സമിതി അടക്കമുള്ള സംഘടനകളും ഹർത്താലിനെതിരെ നിലപാടെടുക്കുന്ന അത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അത് ബാധിക്കാൻ സാധ്യതയില്ല. ഫാർമേഴ്സ് റിലീഫ് ഫോറം എന്ന് പറയുന്ന സംഘടനയാണ് ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതിൽ അവശ്യ സർവീസുകൾ ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പങ്കുവച്ചിരുന്നു. പക്ഷേ ഈ ഹർത്താൽ തുടങ്ങിയ ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കുന്നുണ്ട് ആളുകൾ എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഹർത്താൽ എത്രത്തോളം ബാധിക്കും എന്നുള്ള കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കൊല്ലപ്പെട്ട മാനുവിന്റെ കുടുംബത്തിന് ആശ്വാസധനമായ അതിന്റെ ആദ്യഘട്ടം വനം വകുപ്പ് വിതരണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെ ചേർന്ന യോഗത്തിൽ ചില നടപടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഫെൻസിംഗ്, ട്രഞ്ച് ഉൾപ്പെടെയുള്ള അവിടുത്തെ ആവശ്യങ്ങൾ. മാത്രമല്ല, ഈ ആളുകളെ, ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകളെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വനം വകുപ്പ് കടക്കും എന്ന് ഒരു ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇന്നലെ UDF ഉച്ചയ്ക്ക് ശേഷം വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിലടക്കം പ്രതിഷേധിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ അവരൊന്നും ഹർത്താലിനെ സംബന്ധിച്ച് ഒരു നിലപാട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പിന്തുണ നൽകുന്ന ഒരു സമീപനം UDFന്റെ ഭാഗത്തുനിന്നോ മറ്റ് കക്ഷികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹർത്താൽ എത്രത്തോളം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. പ്രവിത. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ വരും മണിക്കൂറുകളിൽ ഏത് രീതിയിലാണ് ഈ ഹർത്താൽ പോവുക? അപ്പോൾ പ്രധാനപ്പെട്ട സംഘടനകളൊന്നും ഇതിൽ പങ്കുചേരുന്നില്ല. അതിൻ്റെ ഒരു കാരണം ഈ വിഷയത്തിൽ അവർക്ക് പ്രതിഷേധമില്ല എന്നല്ല, പക്ഷേ ജനങ്ങളെ ഇനിയും വയനാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ തന്നെ ആന, കടുവ, പുലി ഇതൊക്കെ ആയിട്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. അപ്പം തന്നെ ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ കൂടി വന്നപ്പോൾ അവിടെ ആ ജില്ലയെ ആകെ ബാധിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ വിനോദസഞ്ചാര മേഖല അല്ലെങ്കിൽ ടൂറിസം മേഖല വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. അപ്പം അവർ വലിയ പ്രശ്നത്തിലായിരുന്നു. ആ പ്രശ്നത്തിൽ നിന്ന് അവർ കരകയറി വരുന്നതേ ഉള്ളൂ. അതിനിടെയുള്ള ഹർത്താൽ അംഗീകരിക്കാനാകില്ല എന്നാണ് ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വയനാട് ഘടകം പറയുന്നത്, അല്ലേ?